ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന ഒരു വാർത്ത ഇന്നലെ രാത്രി മുതൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലും അടക്കം വരുന്നുണ്ട്. സത്യത്തിൽ ഇത് കേട്ടിട്ട് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം വളരെ മുമ്പേ തന്നെ ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളും ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ അവരുടെ കീഴിൽ തന്നെയാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ സമാന്തര ഭരണകൂടമായിട്ട് ബലൂചിസ്ഥാനിൽ പ്രവർത്തനം നടക്കുന്നുമുണ്ടായിരുന്നു. ബലൂചിസ്ഥാനി മാത്രമല്ല, ഖൈബർ പക്തൂൺഖ മേഖലയിലും സമാന്തര ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്. സോ ഇത് പുതിയതായിട്ട് പ്രചരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതായത് മീർ യാർ ബലൂച്ച് എന്ന ബലൂച്ച് നേതാവിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു പ്രസ്താവനയിലാണ് ഈ പ്രഖ്യാപനമുള്ളത്. തങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായും ബലൂചിസ്ഥാന്റെ 85% ഭൂപ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നുമാണ് ഈ കത്തിൽ അവകാശപ്പെടുന്നത്. ബലൂച്ച് ഭലൂസ് എന്ന പേരിൽ സ്വന്തം കറൻസിയും പുതിയ ദേശീയ പതാകയും ദേശീയ ഗാനവും രൂപീകരിച്ചതായി കത്തിൽ പറയുന്നുണ്ട്. പ്രദേശത്തെ സ്വർണ്ണ ചെമ്പ് ഖനികളും ഗ്യാസ് ഫീൽഡുകളും തങ്ങളുടെ അധീനതയിലാണെന്നും അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇത് സമ്മതിക്കാനൊന്നും സാധ്യതയില്ല. എന്നാൽ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പാകിസ്ഥാന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ 40% ബലൂചിസ്ഥാൻ വരുന്നത്. അതായത് ബലൂചിസ്ഥാൻ ഇല്ലാത്ത പാകിസ്ഥാൻ വളരെ ചെറുതാണെന്ന് പറയേണ്ടി വരും. ഈ പാകിസ്ഥാന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ 40% ഉണ്ടെങ്കിലും ബലൂചിസ്ഥാനിൽ ജനസംഖ്യ വളരെ കുറവാണ്. കൂടുതലും മലനിരകളും മരുഭൂമികളും നിറഞ്ഞ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂജ് ലിബറേഷൻ ആർമിയും ഇവിടത്തെ വിഘടനവാദ ഗ്രൂപ്പുകളും വളരെ മികച്ച പരിശീലനം നേടിയിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ മലകളിലും മരുഭൂമിയിലുമൊക്കെ ഉള്ള യുദ്ധത്തിൽ ഇവിടെ പാക് സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭൂപ്രകൃതിയാണിത്. ശരിക്കും ഈ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഇത് വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഒളിപ്പോര് നടത്താനും താവളങ്ങൾ ഒരുക്കാനും ഒക്കെ അവരെ വളരെയധികം സഹായിക്കുന്ന ഒന്നുമാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾക്ക് പ്രാദേശിക ഗോത്രവർഗക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും അവഗണനയും അടിച്ചമർത്തലും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളും കാരണം അവിടെയുള്ള ബലൂചിസ്ഥാനിലെ മനുഷ്യർ പാക് ഭരണകൂടത്തിന് എതിരാണ്. പല ഉൾനാടൻ ഗ്രാമങ്ങളിലും തർക്കങ്ങൾ പരിഹരിക്കുന്നതും ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതുമെല്ലാം സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഒരു കത്തിലൂടെയാണ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ചയാവുന്നത് എങ്കിലും വളരെ നേരത്തെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് കടന്നുപോകാൻ കഴിയാത്ത ഒരു വലിയ പ്രദേശം ബലൂചിസ്ഥാനിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നടത്തുന്ന വലിയ വികസന പദ്ധതിയാണ് സിപെക് എന്നറിയപ്പെടുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ഇതിന്റെ പ്രധാന കേന്ദ്രമായ ഗ്വാദർ പോർട്ട് ബലൂചിസ്ഥാനിലാണ്. ഈ മേഖലകളിൽ പാക് സൈന്യത്തിന് കനത്ത സുരക്ഷ ഒരുക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ചൈനീസ് എഞ്ചിനീയർമാർക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെ നിരന്തരമായിട്ട് ആക്രമണം നടക്കാറുണ്ട്. ബലൂച്ച് സംഘടനകളാണ് അതിന്റെ പുറകിൽ. ഇതെല്ലാം കാണിക്കുന്നത് ഈ മേഖലയിൽ പാക് സൈന്യം ദുർബലമാണ് എന്ന് തന്നെയാണ്. പ്രവിശ്യ കൈവിട്ടു പോകാതിരിക്കാൻ പാക് സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇത് പരസ്യമായ രഹസ്യമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ചോദ്യം ചെയ്യുന്നതിന് മറ്റുമായിട്ട് ഇവര് ചില ആളുകളെ വിളിച്ചോണ്ട് പോകും. ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളെ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ബലൂചിസ്ഥാനിൽ ഇതൊരു നിത്യ സംഭവമാണ്. ഇതിനെതിരെയാണ് ബലൂജ് വനിതകളുടെ നേതൃത്വത്തിൽ വലിയ ലോങ് മാർച്ചുകളും പ്രതിഷേധങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. ബലൂചിസ്ഥാനിലെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ അവിടെ പാകിസ്ഥാൻ സൈന്യത്തിനോ ഭരണകൂടത്തിനോ യാതൊരു സ്വാധീനവും ഇല്ല എന്ന് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഭൂപടത്തിൽ പാകിസ്ഥാന്റെ ഭാഗമാണെങ്കിലും ബലൂചിസ്ഥാനിലെ ഒരു വലിയ പ്രദേശം പാക് ഭരണകൂടത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല നിലനിൽക്കുന്നത്. മറിച്ച് ബലൂജ് ജനതയുടെയും വിഘടനവാദ സംഘടനകളുടെയും സമാന്തര ഭരണകൂടമാണ് അവിടെ ശക്തമായി നിലനിൽക്കുന്നത്. ഇത് നേരത്തെ തന്നെ കുറെ കാലമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിലും ഇപ്പോൾ അതിന് കുറെ കൂടെ ഒരു ഔദ്യോഗികമായ ഒരു പദവി അതിന് കൈവരുന്നു എന്നുള്ളതാണ്. അവർ സ്വന്തം കറൻസി പുറത്തിറക്കാൻ ശ്രമിക്കുന്നു. അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ലോകരാജ്യങ്ങളോട് തങ്ങളെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ തരത്തിലേക്ക് കുറെ കൂടി ജനാധിപത്യപരമായിട്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പാകിസ്ഥാന് വലിയ തലവേദനയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തലവേദനയാണ് പാകിസ്ഥാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. ബലൂചിസ്ഥാൻ അങ്ങനെ പെട്ടെന്നൊന്നും പാക് സൈന്യത്തിന് ഇനി കീഴടങ്ങി കൊടുക്കാൻ പോകുന്നില്ല. അവർ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായൊരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.